കളിവള്ളങ്ങളിലേക്കുള്ള ഒരു 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 ആകർഷണം എന്നാ ഉണ്ടായത്? എനിക്ക് ഓർമ്മ വെച്ചാൽ എൻ്റെ പിതാവ് ഒരു വള്ളംകളിക്കാരായിരുന്നു. ഞങ്ങൾ കോട്ടയം താഴത്തങ്ങാടി വള്ളംകളി സ്റ്റാർട്ടിംഗ് പോലെയാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ വാപ്പ ഇങ്ങനെ വള്ളം കളിക്കുന്നത് ചെറുപ്പം തൊട്ട് ഇങ്ങനെ കണ്ടുപഠിച്ചിരിക്കുക. ആദ്യമായിട്ടൊരു വള്ളത്തിൽ കയറുന്നത് എപ്പോഴപ്പോൾ? ആദ്യം 10 വയസ്സുള്ളപ്പോൾ വാപ്പ വന്ന വള്ളത്തെ വെള്ളം കോരിയാനായി കയറി. പിറ്റേ വർഷം കളിവള്ളത്തെ കയറാൻ വേണ്ടി തീരുമാനിച്ചപ്പം വള്ളം കിട്ടിയില്ല. അല്ല, വാപ്പയുടെ വെള്ളത്തിൽ ഇത്തവണ വെള്ളം കോരാൻ കയറ്റിയില്ലേ? കയറ്റിയില്ല, ഇറക്കി. അപ്പം ഈ അടുത്തടുത്ത ഉള്ള വള്ളങ്ങളുണ്ടല്ലോ, അപ്പോൾ ആ വള്ളത്തെ പോയി തുറച്ചിക്കാനായിട്ട് കയറി. വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ അവിടെ ഒരു വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ പറവന്തോട് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തുള്ളത് ആ പാലത്തേല വള്ളംകളി കാണാൻ ആൾക്കാർ. മറ്റൊരു ഈ പാലത്തിന്റെ തൊട്ട് താഴെയാണ് വള്ളംകളി. താഴെന്ന് മത്സരിച്ച് പാലത്തിന് ഒരു ഫിനിഷാ. വേണാട് വരുന്നു അനുഷ്ഠ ചെയ്തെന്ന് കേൾക്കാം. ആൾക്കാർ ട്രെയിൻ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. തുഴയുമ്പോൾ ഇത് കാണുന്നുണ്ടോ? ഞങ്ങൾ കണ്ട് ഒരു സ്ത്രീ, ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു സ്ത്രീ ഒരു റോസ് കളർ സാരി വീഴുന്നത് പിടിക്കാൻ വേണ്ടി ഞാൻ കൈവത്തപ്പം താന്നു പോകും. കുമ്മനം അഷ്റഫ്, വള്ളംകളിയിലെ ഒരു ആചാര്യൻ. 8 വയസ്സ് മുതൽ കളിവള്ളങ്ങളുടെ തോഴനായിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ വള്ളംകളിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത കഥകളും വള്ളംകളി വിശേഷങ്ങളുമാണ് പറഞ്ഞു വന്നിരുന്നത്. ആ കഥകൾ നമുക്ക് തുടരാം. നമസ്കാരം. ഇപ്പോൾ ആ ചോദ്യത്തിൽ അർത്ഥമില്ല. പണ്ടൊക്കെ ഈ മത്സരം കഴിഞ്ഞാൽ ഈ തുഴച്ചിലുകാരെന്താ ചെയ്യുക? മത്സരം കഴിഞ്ഞാൽ അവരവരുടെ പണിക്ക് പോകുന്നുള്ളൂ. അവർ മിക്കവാറും തുഴച്ചിലുകാരായിരിക്കും അല്ലേ? തുഴച്ചിൽ പ്രൊഫഷൻ ആക്കി എടുത്തവരായിരിക്കണം. മീൻസ് വള്ളത്തിൽ കച്ചവടത്തിന് പോവുക, അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോവുക, അല്ലെങ്കിൽ കക്ക വാരാൻ പോവുക, ഇങ്ങനെയൊക്കെയുള്ള വള്ളവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുള്ളവരായിരിക്കും ഈ തുഴച്ചിലുകാർ കൂടുതൽ അല്ലേ? ഈ വള്ളംകളിക്ക് ഇപ്പോൾ നെഹ്റു ട്രോഫിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ട്രാക്കിന് എത്ര നീളം ഉണ്ടാവും? ട്രാക്കിന് വീതി 10 മീറ്റർ. അതായത് 10 മീറ്റർ ഒരു വള്ളത്തിന് 10 മീറ്റർ കിട്ടുമോ? ഒരു മീറ്റർ വള്ളത്തിന് 10 മീറ്റർ. ഒരു വള്ളത്തിന് 10 മീറ്റർ. അപ്പം 4 വള്ളവും ഒന്നിച്ചാ തുഴയുന്നെങ്കിൽ 40 മീറ്റർ ഉണ്ട്. 40 മീറ്റർ കൂടുതലുണ്ട് കാലിന് വീതി. 40 മീറ്റർ നമ്മൾ ട്രാക്ക് 10 മീറ്റർ 4 ട്രാക്കായിട്ട് കൊടുക്കുന്നത്. അതിന് കയറ് കിട്ടും. എന്താ കയറ്? നമ്മൾ ആദ്യം കയറ് കെട്ടിയിട്ട് കുറ്റിയിടും. ആ കുറ്റിയെ കൊടി വെച്ചിരിക്കും. അതാണ് ട്രാക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഇതിന്റെ നീളം എത്രയാണ്? എത്ര ദൂരം തുഴയണം? 1200 മീറ്റർ. 1200 മീറ്റർ ഉണ്ടല്ലേ? 1200 മീറ്റർ തുഴഞ്ഞെത്തണം. അത് എല്ലാ വള്ളംകളിക്കും അത് തന്നെയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്ന നിബന്ധന. നെഹ്റു ട്രോഫിക്ക് അത്. പിന്നെ കൊല്ലത്ത് കല്ലടയും അത്ര നീളം കിട്ടുന്നുണ്ട്. ബാക്കി ചില സ്ഥലങ്ങളിലൊക്കെ നീളം കുറഞ്ഞ ട്രാക്കൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ചെമ്പിലൊക്കെ എത്ര നീളം? ചെമ്പിലൊക്കെ ഒരു 1200 വേണം വെക്കാം. പക്ഷെ നമ്മളിപ്പോൾ 1000 സാർ ഉണ്ടായിരുന്നല്ലോ, 1000 നമ്മൾ നിർത്തിയിരിക്കുക. ചെമ്പിൽ ഏറ്റവും വള്ളം കളിക്കാൻ ഏറ്റവും ഉത്തമ സ്ഥലമാണ് ആണല്ലേ? അവിടെ പക്ഷേ ചുണ്ടൻവള്ളം വന്നിട്ടല്ലോ. ചുണ്ടൻവള്ളം വന്നു കഴിഞ്ഞാൽ ഇപ്പം നെഹ്റു ട്രോഫി CBL വള്ളംകളി എറണാകുളത്ത് ഇല്ലാഞ്ഞിട്ട് മാറ്റി വെച്ചിരിക്കുക. അതെന്തുകൊണ്ടാണ് ചെമ്പിലേക്ക് കൊണ്ടുവന്നുകൂടാ? ചെമ്പിലോട്ട് ആരും അധികാരികൾ ഉത്തരവിടുന്നില്ല. ഞാൻ കൂടുതൽ സൗകര്യം, ഏറ്റവും സൗകര്യം ചെമ്പിലായിരുന്നു. ഞാൻ അതിനകത്ത് ഇവിടുത്തെ MLA അടുത്ത് വിളിച്ചു പറഞ്ഞു, മന്ത്രിയുടെ നമ്മുടെ കോട്ടയത്തെ മന്ത്രി വാസവൻ അടുത്ത് വിളിച്ചു പറഞ്ഞു, എല്ലാം പറഞ്ഞു. പക്ഷേ ഇത് ടൂറിസം മിനിസ്റ്ററുടെ അടുത്ത് ആരെങ്കിലും ഒന്ന് ഫോഴ്സ് ചെയ്യണ്ടേ? കേരളത്തിൽ ഇപ്പോൾ എത്ര ബോട്ട് ക്ലബ്ബുകൾ ഉണ്ടാവും? ഇപ്പം കേരളത്തിൽ നേരത്തെ ഒരു 10-40 ബോട്ട് ക്ലബ്ബ് ഉണ്ടായിരുന്നു. ഇപ്പം അത് ചോദിച്ച് ഇപ്പം ബോട്ട് ക്ലബ്ബിൽ ഇപ്പോൾ 10 ഈ എറണാകുളം സൈഡിൽ എല്ലാം കൂടി ആയിട്ട് 10-50 ബോട്ട് ക്ലബ്ബിൽ എല്ലാം കൂടി ഉണ്ട്. ഇപ്പോൾ നെഹ്റു ട്രോഫി ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു വള്ളംകളി ആണെങ്കിലും അതിനകത്ത് ഈ ക്ലബ്ബുകൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? ഞങ്ങളും പങ്കെടുക്കുന്നുണ്ടെന്ന് എങ്ങനെയാണ്? അവരെ ഇവർ ക്ഷണിക്കുകയാണോ അതോ അങ്ങോട്ട് ചെല്ലുക? അല്ല, അങ്ങോട്ട് ചെല്ലുക. നെഹ്റു ട്രോഫിക്ക് നമ്മൾ ജനകീയ കമ്മിറ്റിയാണ് ഈ സർക്കാർ നടത്തുന്നെങ്കിലും കുറേ വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ഇപ്പം എല്ലാം കൂടി ഉള്ളൊരു കമ്മിറ്റിയാണ്. സർക്കാർ അതിൻ്റെ ചെയർമാൻ, കളക്ടറും സെക്രട്ടറി, RDOയും സബ് കളക്ടറുമായിട്ട് കമ്മിറ്റി രൂപീക്കുന്നത്. നമ്മൾ കമ്മിറ്റി കൂട്ടിയിട്ട് രജിസ്ട്രേഷൻ തീരുമാനിക്കും. തീരുമാനിക്കും, പത്രത്തിൽ പരസ്യം ചെയ്യും. ആ ഡേറ്റ് കൊണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ബോട്ട് ക്ലബ്ബുകളെല്ലാം ഫീസ് ചുണ്ടൻവള്ളത്തിന് 1000 രൂപയും ചെറുവള്ളത്തിന് 500 രൂപയും. അത്രേ ഉള്ളൂ. വള്ളംകളി നടക്കുന്ന ആ ദിവസം എന്തെങ്കിലും ചടങ്ങുകളോ? വള്ളംകളി നടക്കുമ്പോൾ ഭയങ്കര ചടങ്ങല്ലേ? എന്താ വള്ളംകളി എന്ന് പറഞ്ഞാൽ ഈ വള്ളത്തിന്റെ ഒരുക്കെല്ലാം കഴിഞ്ഞിട്ട് ഒരുക്കാന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ ചെയ്യുന്നത്? വള്ളം എന്ന് പറഞ്ഞാൽ വള്ളം കരക്ക് കയറ്റിയിട്ട് വള്ളം പരിശീലനം കഴിയുമ്പോൾ കരക്ക് ഒരു 3 ദിവസം കഴിയുമ്പോൾ കരക്ക് കയറ്റും. കരക്ക് കയറ്റി വള്ളം ഉണക്കിയിട്ട് ഇപ്പം സ്പെയർ വള്ളങ്ങളുണ്ട്. മിക്ക ക്ലബിനും മെയിൻ ക്ലബ്ബുകൾക്ക് സ്പെയർ വള്ളം എടുത്തിട്ട് പരിശീലനത്തിന് വേറെ വള്ളം കൂടിക്കെടുക്കും. ഈ 3 ദിവസം മുമ്പ് ഇത് കരക്ക് കയറ്റിയിട്ട് എന്ത് ചെയ്യും? കരക്ക് കയറ്റിയിട്ട് ഉണക്കും. ഒന്നില്ലെങ്കിൽ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് ഉണക്കും, അല്ലെങ്കിൽ ലൈറ്റ് ഇടും. അങ്ങനെ അല്ലെ പഴയകാലത്ത് തീയൊക്കെ ഇട്ട് അപകടം ഉണ്ടായിട്ടുണ്ട്. ഈ തൊണ്ടൊക്കെ ഇട്ട് പോച്ച് ഉണക്കിയിട്ട് അതിന് ഗ്രീസും ഇതെല്ലാം പഴയകാലത്ത് ഗ്രീസ് അയക്കുന്നു. ഇപ്പം അതിന് പോളിഷ് ചെയ്യുക. പോളിഷ് 1 ലക്ഷം രൂപ പോളിഷ് ആകുന്നുണ്ട്. സ്ത്രീക്കല്ല പോളിഷാ. ജപ്പാൻ കൂടിയ വിദേശ പോളിഷ് അടിക്കുന്നത്. അതടിച്ച് പിറ്റേ ദിവസം വെളുപ്പിന് 5 മണിക്കോ 6 മണിക്കോ ഇത് സമയം നോക്കിയിട്ട് സമയമൊക്കെ കുറിക്കുമല്ലോ, സമയം കുറിച്ച് വെള്ളത്തിറക്കും. വെള്ളത്തിറക്കി ആ ടൈം നോക്കി കരയ്ക്ക് ടീം കയറി മത്സരരംഗത്തോട് പോകുന്നത്. ഇതിന് വേറെ ചമയങ്ങളോ വല്ലതും ഉണ്ടോ?
വള്ളത്തിന് അമരത്തും ഒക്കെ തലക്കലും ഒക്കെ ചമയങ്ങളെല്ലാം ആരെങ്കിലും അമ്പലത്തിലെ പള്ളികളിലെയൊക്കെ മാലയും ഇതെല്ലാം കൊണ്ട് ഇടും. ഭയങ്കര ആചാരങ്ങളാണ് അതിനകത്ത്. അതായത് ഒരു വള്ളംകളി പങ്കെടുക്കണമെങ്കിൽ കുറേയേറെ ചടങ്ങുകളുണ്ട്. ഒരുപാട് ചടങ്ങുകളുണ്ട്. ചടങ്ങുകളുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്. എന്തൊക്കെയാ അതിനകത്ത്? അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ പൂജകൾ നടത്തല്, ഭയങ്കര പൂജയൊക്കെയാണ് നടത്തുന്നത്. പഴയകാലത്ത് കോഴിയെ കുരുതി കൊടുത്തിട്ട് കോഴിയെ മുഴക്കെ കുരുതി കൊടുത്ത വള്ളംകളിയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. 11 കോഴിയെ കിട്ടുന്ന ഞാൻ കണ്ടുകൊണ്ട് കിട്ടുന്നുണ്ട്. നമ്മൾ തീവ്രത്ത് വള്ളംകളി, തീവ്രത്ത് കളിക്കാൻ പോയാൽ ഞാൻ കളിക്കുക. ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും വള്ളംകളി രംഗത്ത് പോയാൽ ഈ ഞങ്ങളുടെ വള്ളം കൊടുക്കുന്നതല്ല ഞാൻ കളിക്കാൻ പോകണല്ലോ. ഈ വള്ളം കൊടുക്കുന്ന ഈ വള്ളത്തിന് ഉടമ ഞാനില്ലേ. അപ്പൊ ഞാൻ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഇനി എല്ലാം ഞാൻ കൂടെ നിൽക്കണമല്ലോ. അപ്പൊ തീവ്രത്ത് ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ 11 കോഴിയാ കുരുതി കൊടുത്തിട്ട് ദേവിക്ക് പ്രീതി കൊടുത്തിട്ട്. എന്നിട്ട് ഈ 11 കോഴിയെ കുരുതി കൊടുത്തിട്ട് ജയിച്ചോ ആ ടീം? ജയിച്ചു, വള്ളം ജയിച്ചു. സംഭവം വിജയമായല്ലോ. അത് വിശ്വാസമാണ്. ഇപ്പൊ ഞാൻ വരെ കൂടോത്രം ചെയ്തിട്ടുണ്ട്. കൂടോത്രം എന്ന് പറഞ്ഞാൽ എന്റെ തോർത്തിക്കാരന് ഒരു വിശ്വാസം അതാണെങ്കിൽ അത് ചെയ്തേണ്ടി വരും. അതാണ് എന്താ ഈ കൂടോത്രം? കൂടോത്രം ചുമ്മാ ഒരു തട്ടിപ്പാ. എന്തായിരുന്നാ ചെയ്തതെന്ന് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും വേണം. അവൻ ചോദിക്കും, എടാ എന്തെങ്കിലും ഉണ്ടോ ഒരു ആത്മവിശ്വാസത്തിന്. അല്ല, ഈ കൂടോത്രം എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണ്? കൂടോത്രം എന്ന് പറഞ്ഞാൽ അതും ഈ ഇപ്പം ഏതെങ്കിലും പൂജാരിയെ കൂടെ നോക്കിക്കും. അയാൾ എന്ത് വന്ന് നോക്കുവോ? അയാള് പോയി നമ്മൾ പോയി പറയുമ്പോൾ അവരുടെ നാളും കാര്യങ്ങളും ഒക്കെ വെച്ചോണ്ട് നോക്കിയിട്ട് പറയും. തുളച്ചിക്കാരനെ എന്റെ തലയ്ക്ക് തൊഴുന്നവന്റെയോ അല്ലെങ്കിൽ എന്റെ താളക്കാരന്റെയോ അല്ലെങ്കിൽ അമരക്കാരന്റെയോ ഒക്കെ നാള് വെച്ച് നോക്കി നാളും അമ്മയുടെ പേരും എല്ലാം മേടിച്ചിട്ട് നോക്കും. നോക്കി കഴിയുമ്പോൾ അതിനൊരു പ്രതിവിധി പുള്ളി കണ്ടുപിടിക്കും. അതിനൊരു പ്രശ്നം പുള്ളി ആദ്യം കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച് പറയുന്ന അത് ആ പ്രശ്നം ചെയ്യുക. അല്ല, ഈ കൂടോത്രം എന്ന് പറഞ്ഞാൽ കോഴിമുട്ടക്കകത്താണോ? കോഴിമുട്ടക്കകത്തോണ്ട്, ചെമ്പ് തകർന്നകത്തോണ്ട്, മെഴുകിനകത്തോണ്ട്. എന്റെ വള്ളത്തിന് എന്നെ തോപ്പിക്കാൻ വേണ്ടി ഞാൻ വള്ളത്തിൽ തലയ്ക്ക് മെഴുകിനകത്ത് തെമ്പ് തകടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ വള്ളത്തിന് തലയ്ക്കൽ എന്നെ തോപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. ആര് ചെയ്തത്? എതിർപാടിനെ ചെയ്തിരിക്കുക. ഞാൻ തലയ്ക്ക് തപ്പി നോക്കിയപ്പോൾ ഇതിനകത്ത് മെഴുകി കിടക്കാം. മെഴുകി നോക്കിയപ്പോൾ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് തെമ്പ് തകട്. കാരണം വെള്ളം പിടിക്കരുത്. അപ്പൊ ഇവന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ പിടിക്കാതെ രീതിയിലുള്ള ഞാൻ ചെയ്തിരിക്കുക. അത്രയ്ക്കും കടുത്ത പ്രയോഗം എനിക്ക് ചെയ്തിരിക്കുക. പക്ഷെ ഞാൻ ജയിച്ചു. അപ്പൊ പ്രയോഗം ഏറ്റില്ലെന്നല്ലേ? വലിയ കൊടുത്ത അതിനെക്കാട്ട് വലുത് ഞാനല്ലേ. വലിയ കൊടുത്തേക്കാണ് ഞാൻ ഈ വെള്ളം ജയിച്ചോണ്ട് സമയത്ത് ഞാൻ കൊടുത്തേക്കാണ് പ്രശസ്തി വന്നത്. പിന്നെ ഈ അന്ധവിശ്വാസമുണ്ട്. ഈ ഒരു വള്ളത്തിന് ഇപ്പൊ ഇന്ന അമ്പലത്തിൽ പോയി മാല മേടിച്ച് ആദ്യം മേടിക്കുന്ന മാല മേടിച്ചാൽ ആ വള്ളം ജയിക്കും. അങ്ങനെ ഞങ്ങൾ തിരുവാർപ്പിൽ കല്ലുപുറം വള്ളം കളിക്കുക. അപ്പം ഞങ്ങളെക്കാട്ട് മുമ്പ് ഓരോക്കാർ വന്ന് മേടിച്ചോണ്ട് പോയി. ഞങ്ങളുടെ തുഴച്ചിക്കാർക്ക് നിരാശയായി പോയി, തോറ്റുപോയി. അവർ ആ മാല മേടിച്ചോണ്ട് പോയില്ലേ. ഞങ്ങളുടെ മാല അവർ ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രശ്നമല്ലേ? ആത്മവിശ്വാസം, ഭയങ്കര ആത്മവിശ്വാസം. ഇവർക്ക് അതുപോലെ കൊടുക്കണം ആത്മവിശ്വാസം. ഈ അന്ധവിശ്വാസം വളരെ കൂടുതലായി ഈ പറഞ്ഞ തീരപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് അല്ലേ? ഇതിന് ഭയങ്കര അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര അന്ധവിശ്വാസങ്ങളാണ്. ഇപ്പോഴുള്ളവർക്കും ഈ അന്ധവിശ്വാസങ്ങളുണ്ടോ? ഇപ്പോഴും ഒന്നുകൂടെ കൂടുതലായിരുന്നു. അല്ല, ഈ തുഴച്ചിലാരൊക്കെ വാടക എടുത്തോരല്ലേ, അവർക്ക് എന്താ അന്ധവിശ്വാസം? അല്ല, എന്നാലും നടത്തിപ്പുകാർക്ക് അന്ധവിശ്വാസം അതല്ലേ. ഇപ്പോഴത്തെ പ്രധാന അന്ധവിശ്വാസങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ അന്ധവിശ്വാസം പല വിശ്വാസത്തിനെക്കാട്ടി കൂടുതൽ അന്ധവിശ്വാസമാണ്. അവർക്ക് എന്തൊക്കെയോ മാർഗത്തിൽ കൂടെ ജയിക്കാനുള്ള എല്ലാ ശ്രമവും ഇതിനെ പറയുന്നത്. ഇത് പള്ളി കൊണ്ടുപോയി വെഞ്ചരിച്ചാലും അല്ലെങ്കിൽ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചാലും ഒക്കെ അന്ധവിശ്വാസമല്ല എല്ലായിടത്തും ഒരുപോലെ അല്ലേ? അത് വള്ളം തുഴച്ചിലുകാരുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്തായി. ഓക്കെ. ഇങ്ങനെ ഇത്രയും വാശിയുള്ള ഈ വള്ളംകളിയിലെ വഴക്കുണ്ടാകാറില്ലേ? അടി, കുത്ത്, വെട്ട് ഇതൊക്കെ ഉണ്ടാകാറുണ്ടോ? അതൊക്കെ ഉണ്ടാകും. പക്ഷെ പഴയ മുമ്പ് എതിർവള്ളം ഇപ്പം നമ്മൾ 2 വള്ളം എതിർവള്ളം പിടിച്ചു കഴിഞ്ഞാൽ പരസ്പരം മിണ്ടുകയില്ല. അതായത് പരിശീലനം നടക്കുന്ന സമയത്ത് പരിശീലനം നടക്കുമ്പോഴും മത്സരിക്കുന്ന സമയത്ത് ആ സ്റ്റാർട്ടിംഗ് വള്ളം റേസ് കോഴ്സ് വന്നു കഴിഞ്ഞാൽ പരസ്പരം മിണ്ടുകയില കണ്ട വൈരാഗ്യമായിരുന്നു. ഇപ്പം അത് പോയിട്ട് ഞങ്ങൾ പരസ്പരം ലോഹിക്കാരാ. മത്സരിക്കാൻ മാത്രമുള്ള ലോഹിക്കാരേ ഉള്ളൂ. അതുപോലെ ഇപ്പം കുറച്ചുകൂടെ വിവരം ഉണ്ടായല്ലോ, വിദ്യാഭ്യാസവും വിവരം. ശത്രുവായിട്ട് സ്വന്തം വീട്ടില് ചേട്ടനും കൂടെ മിണ്ടുകയായിരുന്നു. ചേട്ടനും വീട്ടിൽ കയറിയല്ലോ മത്സരം കഴിഞ്ഞാൽ. 2 വള്ളത്തിലാണ് ചേട്ടനെങ്കിൽ അവർ പരസ്പരം കണ്ടാൽ മിണ്ടില്ല. ഓ, അത് വലിയൊരു വൈരാഗ്യം അതുകൊണ്ട് തന്നെ തോറ്റാലും ജയിച്ചാലും ആ വൈരാഗ്യം നീണ്ടു നിൽക്കുകയും ചെയ്യും. എറണാകുളത്ത് ഞാൻ കളിക്കാൻ പോകുമ്പം ഈ എതിർവള്ളത്തെ തുഴയുന്നവൻ അളിയനാ. അപ്പം ഈ ഒരു ചെറിയ അവിടെ ജയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പടക്കൂര എൻ്റെ വള്ളം. അപ്പം എൻ്റെ എതിർ ടീം അതിനെക്കാട്ടി ശക്തരായ ടീം അവർ വന്നിരിക്കുന്നത്. അപ്പം ഞാനൊരു ഒരാളെ കൊണ്ട് ചെറിയ മാന്ത്രിക പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം എൻ്റെ വള്ളത്തെ വന്ന് ഒരാൾ വന്ന് കയറുമ്പോൾ ആർപ്പിടണം. അപ്പൊ ഈ മാന്ത്രിക പരിപാടി ഈ ഒരാൾ ജുബാക്കിട്ട ആള് ഞാൻ വരുത്തുക, അത് മറ്റവരെ കാണിക്കാൻ വേണ്ടി വരുത്തുക. താടിയൊക്കെ ഉള്ള ആളെ കൂടോത്രം ചെയ്യാൻ വരിക. അവരൊക്കെ കൂടോത്രമാണ്. എനിക്കറിയാം ഈ കൂടോത്രമൊന്നുമല്ല. എന്റെ നമ്മൾ അവരെ പേടിപ്പിക്കാൻ വന്ന് സ്പീഡ് മച്ചവന്ന് ഇറങ്ങുക. മച്ചവന്ന ഈ തണ്ടു പിടിക്കുന്നത് ചെറിയ വള്ളം എഞ്ചിനില്ലാത്ത അന്ന് കൊച്ചിയിലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് ഒന്ന് കാൽടെക്സ് വള്ളത്തിന് സീലോഡിന് അവിടെ നിന്ന് ഇങ്ങോട്ട് മത്സരമാണ് ആ കാലത്ത്.
അത് സീ റോഡിന്റെ അവിടെ നിന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ അന്ന് വള്ളംകളി ഉണ്ടോ? മറൈൻ ഉണ്ടായിരുന്നു, കറുപ്പൻ മെമ്മോറിയൽ. ഏതാ? കറുപ്പൻ മെമ്മോറിയൽ ഉണ്ടായിരുന്നു. അത് എത്ര കാലം ഉണ്ടായിരുന്നത്? അത് പിന്നെ 1970 കാലഘട്ടത്തിലുണ്ട്. 70 അപ്പൊ ഈ താടിയുള്ള ആളെ കൊണ്ടുവന്നു പുള്ളി വന്ന് ഈ വള്ളത്തെ കയറുന്നു. വള്ളത്തെ കയറുമ്പോൾ തുഴച്ചിക്കാർ മൊത്തം ആർപ്പെടും. ആർപ്പെടുമ്പോൾ എന്തോ സംഭവിച്ചെന്ന് എല്ലാ വള്ളക്കാരും നോക്കുമല്ലോ. നോക്കുമ്പോഴന്ന് ഈ ആള് മറ്റേ വള്ളത്തിന് എതിർവള്ളത്തിന്റെ തലക്കിലോട്ട് നോക്കിയിട്ട് ഒരു സാധനം എൻ്റെ തരുന്നു. ഞാൻ മേടിച്ചു. പുള്ളി പോട്ടെ കയറി പോവുക. അപ്പൊ ഈ ഞങ്ങളുടെ വള്ളത്തിന് തലയ്ക്ക് തുഴയുന്ന ഒന്നാം തുഴക്കാരൻ വന്ന് എന്നോട് പറയുന്ന അളിയനാ കേട്ടോ ഉപദ്രവിക്കരുതെന്ന്. അപ്പുറത്തെ വള്ളത്തിലിരിക്കുന്ന അളിയനാണ്, പെങ്ങളെ കൊണ്ടുപോകാൻ ഉപദ്രവിക്കരുത്. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ ആളുകൾ വിശ്വസിച്ചിരിക്കുകയാണ്, വിശ്വസിപ്പിച്ചിരിക്കുക. പിന്നെ എന്ത് ജയിക്കാതിരിക്കുമല്ലോ, ജയിച്ചു. ഞങ്ങൾ ജയിച്ചു, മറ്റോ തുറഞ്ഞില്ല, പേടിച്ചു പോയി. മറ്റോ പേടിപ്പിച്ചു. അപ്പൊ നിങ്ങൾ കുറെ നാടകവും കളിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് നാടകമുണ്ട്. ഈ നാടകം കാണിച്ച് വിരട്ടുകയാണ് ആളുകൾ. അവനെ പേടിപ്പിക്കും. ഈ വള്ളംകളിയുടെ പുറകിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെന്ന് അധികം ആളുകൾക്ക് അറിയത്തില്ല. ഈ നാടകം ചീറ്റിപ്പോയ സംഭവങ്ങളില്ലേ? മിക്കതും ചീറ്റുമല്ലോ. ഇത് ആത്മാർത്ഥമായിട്ട് വലിക്കുന്ന ആ വലിയാറ് തുഴതാത്ത് മരിച്ചെങ്കിൽ മാത്രമേ വെള്ളം ജയിക്കുള്ളൂ. അല്ലാതെ ഒരു ഗോത്രം ജയിച്ചാലും ഒന്നും ജയിക്കില്ല, അത് നമുക്കറിയാം. പക്ഷെ മറ്റവരുടെ ആത്മവിശ്വാസം കെടുത്താൻ വിശ്വസിപ്പിക്കുക. അതിനിടയ്ക്ക് ഗൾഫിൽ പോയോ? ഗൾഫിൽ പോയി. എന്തായിരുന്നു അവിടെ ജോലി? അവിടെ ട്രാവലേഴ്സിലായിരുന്നു. അതാരാ കൊണ്ടുപോയത്? വള്ളത്തിന്റെ പുന്നത്രവങ്ങ എന്നൊരു വള്ളത്തിന്റെ ഉടമ എന്നെ കൊണ്ടുപോയത്. അദ്ദേഹത്തിനെ വള്ളം തുഴഞ്ഞ് ജയിപ്പിച്ചപ്പം അദ്ദേഹം എന്നെ കൊണ്ടുപോകാൻ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അത് ഏത് കാലഘട്ടത്തിലാണ്? 1989. എത്ര കാലം ഉണ്ടായിരുന്നു ഗൾഫിൽ? നിയമത്തിൽ 12 വർഷം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നിയമത്തിൽ ഗൾഫിൽ നിന്നിട്ടില്ല. അപ്പൊ തുഴച്ചിലും ഈ വള്ളംകളി വരുമ്പോൾ ഇവിടെ അറിയില്ലേ? വള്ളംകളിയല്ല, അദ്ദേഹത്തിന് നടത്തിപ്പോകുന്നത് എനിക്കായിരുന്നു. ഇങ്ങോട്ട് പോരും, ഇങ്ങോട്ട് പോരും. പുള്ളിയുടെ മക്കള് പഠിത്തത്തിന് ഒരു പൈസ അടയ്ക്കാൻ പോകുന്നത് ഞാനായിരുന്നു. അപ്പം ഈ ട്രാവലേഴ്സ് ആയിട്ട് ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ റിബേറ്റ് ടിക്കറ്റ് കിട്ടും. അങ്ങനെ ഒരു ആഴ്ച 2-3 പ്രാവശ്യം എന്നും പോയിട്ടുണ്ട്. ശരി. അപ്പൊ നാട്ടിലായിരിക്കും കൂടുതൽ സമയം? കൂടുതൽ നാട്ടിലായിരുന്നു. ഗൾഫിൽ നിന്ന് പേരുണ്ടായിരുന്നു. ഈ നെഹ്റു ട്രോഫിക്കൊക്കെ എത്ര വള്ളങ്ങൾ വീതമാണ് മത്സരിക്കുന്നത്? 4 വള്ളങ്ങളാണ്. അതിനാണ് ഹീറ്റ്സ് എന്ന് പറയുന്നത്. ആദ്യം ഈ 4 വള്ളങ്ങൾ വീതം മത്സരിച്ച് അതിനകത്തെ ഓരോ ഫസ്റ്റ് കിട്ടുന്നവരെയാണോ പിന്നത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുക, അതോ സെക്കൻഡും ഏത് എങ്ങനെയൊക്കെയാണ്? നെഹ്റു ട്രോഫി ഇപ്പം 16 വള്ളങ്ങൾ മത്സരിക്കുന്നു. ഇപ്പം കഴിഞ്ഞ ഈ പ്രാവശ്യം 21 വള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പഴയ കാലങ്ങളിൽ, ഈ മുൻകാലങ്ങളിൽ ഒരു 6 വർഷത്തിന് മുമ്പ് വരെ ഈ ഓരോ ഈസ് 4 വള്ളം വരുന്നതിനകത്ത് ഒന്ന് ഫസ്റ്റ് കിട്ടുന്ന വള്ളം ഫൈനൽ വരും. അപ്പം അങ്ങനെ വന്നപ്പം ഈ നെഹ്റു ട്രോഫിക്ക് സബ് കളക്ടർക്കും സെക്രട്ടറി ആയിട്ടും ചെയർമാൻ കളക്ടറുമാണ്. അപ്പോൾ സബ് കളക്ടറായിട്ട് ഒരു തമിഴ്നാട്ടുകാരൻ ബാലമുരളി എന്ന് പറയുന്ന IAS അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം ഒരു പരിഷ്കാരം വെച്ചു. അന്ന് ഗിരിജാമാട കളക്ടർ. അപ്പോൾ ഇവർ രണ്ടും കൂടെ ആലോചിച്ച് തീരുമാനിച്ചു ഈ ടൈം അടിസ്ഥാനത്തിൽ മത്സരം വെക്കുക. കാരണം ഏറ്റവും ഉന്നതരായ ടീം പലരും തള്ളിപ്പോകുന്നു. ഈ 4 വള്ളങ്ങളിൽ ഒരു വള്ളം ചിലപ്പോൾ ജയിക്കും, അടുത്തതിനകത്ത് നല്ല വള്ളം വരും. അപ്പം അതുകൊണ്ട് നല്ല വള്ളം ഏറ്റവും സ്പീഡിൽ എത്തുന്ന ഏറ്റവും ടൈം കുറച്ച് വരുന്ന വള്ളങ്ങൾ ഫൈനൽ വരുന്ന രീതിയിലൊരു സംവിധാനം ഉണ്ടാക്കി. ആ രീതിയിൽ ഇപ്പോൾ സംവിധാനത്തിൽ ഞാൻ വന്ന അമ്പയർ ചീഫാ. എനിക്ക് പേടിയായിരുന്നു ഇതൊക്കെ എങ്ങനെയാവും, അടി ഉണ്ടാവുമോ, വള്ളക്കാരെ വെള്ളം വിട്ടു നമുക്കിട്ട്. അതുകൊണ്ടുണ്ടാവും. പക്ഷെ ഒന്നും സംഭവിച്ചില്ല, ഭംഗിയായിട്ട് ഇപ്പോഴും. അപ്പം അതുകൊണ്ട് എല്ലാ മത്സരവും തുല്യമായിട്ട് വരും. അപ്പോൾ അതായത് ഏറ്റവും വേഗതയുള്ളവർ മാത്രമേ ഫൈനൽ എത്തുള്ളൂ. ഏറ്റവും വേഗമുള്ളവർ ഫൈനൽ വരുന്നു, അതിനെക്കാട്ടി വേഗം ഡ്യൂസേജ് ഫൈനൽ വരുന്നു, സെക്കൻഡ് ഡ്യൂസേജ് വരുന്നു, എല്ലാം ഒരേ ഗ്രേഡ് ഉള്ളവർ വരുന്നു. അപ്പോൾ മത്സരം 4 ഈസും നല്ല മത്സരമായിരിക്കും. ശരി. ഈ മത്സരം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആഘോഷം ഉണ്ടല്ലോ, അതെങ്ങനെയാ സാധാരണ? ആഘോഷം ജയിച്ചവർ പിന്നെ ആഘോഷിക്കുന്നു, തോറ്റവർ ദുഃഖിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല, ആഘോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ടീമിൻ്റെതായിട്ട് എന്തെങ്കിലും ആഘോഷ പരിപാടി? ഭയങ്കര ആഘോഷമല്ലേ. എന്താ പ്രധാനം? അവർ ഭയങ്കര ഇപ്പം ചില ആൾക്കാർ പിന്നെ 6 മുഴുവൻ താലപ്പൊലി അവരെ സ്വീകരിക്കുക. ഈ വള്ളം ചെല്ലുമ്പോൾ നാട്ടിലോട്ട് ചെല്ലുമ്പോൾ ഞങ്ങൾ മുമ്പ് ജയിച്ച് തിരുവാർപ്പോട്ട് വരുമ്പം മാർബോക്ക് തൊട്ട് താലപ്പൊലി വെള്ളത്തിൽ വാഴപ്പിണ്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വിളക്കെത്തിച്ചിട്ട് കാലിക്കൂടെ ഒരുക്കി വിട്ടിരിക്കുക. വല്ല കച്ചിമള്ളം വന്നാൽ തീ വയ്ക്കും. അപകടമല്ലേ? അന്ന് കച്ചിമള്ളം ഇഷ്ടംപോലുള്ള സമയത്ത് ഇപ്പോൾ ഞങ്ങൾ വരുമ്പം മാർബോക്കിൻ്റെ അവിടെ ബോട്ട് ഞങ്ങൾ വെള്ളം കൊണ്ട് വരുമ്പം കായൽ മുഴുവൻ തീയ. ഈ വാഴപ്പിണ്ടി വെട്ടിയിട്ട് അതേ മുഴുവൻ വിളക്കായിരുന്നു. സന്ധ്യയോടുകൂടിയാണ് വരുന്നത്. ഞങ്ങൾ രാത്രി ആഘോഷിച്ച് വരികയല്ലേ. വന്നപ്പോൾ ഇവിടെ ഭയങ്കര മാലപ്പടക്കം ഇങ്ങനെ നിർത്താതെ പൊട്ടുക. കാരണം ചരിത്രത്തിൽ ആർട്ടിക്കെടുത്ത് വരിക. അതാണ്. അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ആഘോഷമാണ്. ഇപ്പം ഈ കളിച്ചവർക്ക് ആഘോഷിക്കാൻ വേണ്ടി നാട്ടുകാരില്ലല്ലോ, കളിക്കാരില്ലല്ലോ, കരക്കാരുമില്ല. അപ്പോൾ ആഘോഷം ജയിച്ചാലും തോറ്റാലും കമ്മിറ്റിക്കാർ മാത്രം ആഘോഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് വള്ളംകളി ആകുക. അതാണ് ഈ വള്ളങ്ങളുടെ ഭാവി എന്താണ് ശരിക്കും? വള്ളങ്ങളുടെ ഭാവി എന്ന് പറഞ്ഞാൽ കരക്കാരുടെ കയ്യിൽ വള്ളം ഉള്ളത്തോളം കാലം അതിൻ്റെ കമ്മിറ്റി ഉണ്ട്. അവർക്കതൊരു കരയുടെ ഇതായിട്ടാണ് വള്ളം. പിന്നെ വിദേശ മലയാളികളാണ് ഇപ്പം സത്യത്തിൽ വള്ളങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഗൾഫിലേക്ക് ആൾക്കാർ പോയി വിദേശത്തോട്ട് പോയപ്പം ഇപ്പം ആ വള്ളങ്ങൾ മുഴുവൻ നടത്തുന്ന സത്യത്തിൽ അവരാ.
അവർ സ്പോൺസർ ചെയ്യും. അവരുടെ ഒരു ഈ വള്ളംകത്തിന് ഫാൻസ് ഉണ്ട്. ആ ഫാൻസ് ഇപ്പോൾ 15 ലക്ഷം രൂപ അവരുണ്ടാക്കി കൊടുക്കുക. ഫാൻസ് അത് മുഴുവൻ 90% ഗൾഫിലുള്ളവരാണ്. അതുപോലെ തന്നെ ഈ വള്ളംകളിയുടെ ഇടയ്ക്ക് വേറെ അക്രമങ്ങളുണ്ടായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അക്രമങ്ങൾ ചില സ്ഥലങ്ങളിൽ മാത്രം, അല്ല അവർ വേറെ മുൻവൈരാഗ്യങ്ങളും എല്ലാം വെച്ചുള്ള അക്രമങ്ങളുണ്ട്. പിന്നെ വള്ളംകളി എന്ന് പറഞ്ഞാൽ സ്വല്പം ഇതിനകത്ത് വെള്ളംകളി ഉണ്ട്, അതിൻ്റെ അക്രമമുണ്ട്, അത്രേ ഉള്ളൂ. അത് ചിലപ്പോൾ അനുസരിക്കാതെയൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ പോയി നിയന്ത്രിക്കാൻ വേണ്ടി എന്നാലും ഞങ്ങളൊക്കെ തെളിവ് ഓടിക്കും. കാരണം ഞാൻ മാറാ കുറ്റിപ്പുറത്ത് വന്ന് പിടിക്കുക വെക്കാം, അതൊക്കെ ഈ ആവേശത്തിനകത്തുള്ളതാണ്. വള്ളംകളി നടക്കുന്ന കായലിൽ അല്ലെങ്കിൽ ആറ്റിലൊക്കെ മറ്റു വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ വന്ന് നിറയല്ലേ? അത് കർശനമാണ് അല്ലേ? അപകടം ഉണ്ടാകുന്നതുകൊണ്ട് കർശനമാക്കിയിരിക്കുക. ഇപ്പോൾ അതിന് നിബന്ധന ഭയങ്കര നിബന്ധന. ഇപ്പോൾ സ്പീഡ് ബോട്ട് കയറ്റിയാൽ മറ്റുള്ള ബോട്ടൊന്നും കയറ്റിയാൽ ഈ നമ്മുടെ നെഹ്റു ട്രോഫിയിലും സർക്കാർ കളിപ്പിക്കുന്ന ഒരു വള്ളങ്ങളിലും കർശനമാക്കിയിരിക്കുക. പിന്നെ പ്രൈവറ്റായിട്ട് കളിക്കുന്ന ചെറിയ വള്ളങ്ങളിലേക്കൊക്കെ ചില അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പാണ്ടാട് ഒരു ബോട്ട് വന്ന് ഒരു വള്ളം വന്ന് ഒരു ബോട്ടിനകത്തോട് ഇടിച്ച് കയറി. ഈ ജയിച്ച് കഴിഞ്ഞപ്പോൾ അവർ ആഘോഷത്തോടെ കഴിഞ്ഞതാണ്. ഫിനിഷിൽ ഒരു ബോട്ട് കിടക്കുന്നത്, ബോട്ട് ഒരു വട്ടം ഇടിച്ച് കയറി. തുറന്നു കയറി ബോട്ട് തുറന്ന് വട്ടം കയറിപ്പോയി, ആളൊക്കെ തെറിച്ചു പോയി. തലക്കിരുന്ന ഉറച്ചിക്കാരൊക്കെ വെള്ളത്തിൽ എക്സ്പീരിയൻസ് ഉള്ളവന്മാർ ഡൈവ് ഉണ്ട്, അല്ലെങ്കിൽ ആള് പോവും. അത്രയും അപകടം. കാരണം ജയിച്ച സന്തോഷത്തിൽ അവർ വലിച്ചു വരിക ഇങ്ങോട്ട്, ബോട്ട് വട്ടം കിടക്കുക. ഇപ്പോഴും ഈ വള്ളം നിർമ്മാണം നടക്കുന്നുണ്ടോ? ഇപ്പം 3 വള്ളം ഇപ്പം നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. 3 ചുണ്ടൻ വള്ളം. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഒന്ന് ഒരു വ്യക്തിക്കും 2 കരക്കാർക്കും ഉണ്ട്. ഒന്ന് നമ്മുടെ കോട്ടത്തിനടുത്ത് ആർപ്പക്കര ചുണ്ടൻ വള്ളം, കരക്കാർ പിരിവെടുത്ത് പണിയുക. 50 ലക്ഷം രൂപയുടെ മുകളിൽ വള്ളത്തിന് തന്നെയാവും. പിന്നെ എല്ലാ വാരിപ്പര എല്ലാം കൂടി ഒരു 75 ലക്ഷം രൂപ ആ വള്ളത്തിന് മൊത്തം നാട്ടുകാരുടെ സഹകരണത്തോടെ നാട്ടുകാർ ഷെയർ ചെയ്ത് പണിതുകൊണ്ടിരിക്കുക. വ്യക്തിക്ക് വേണ്ടി പണിയുന്നത് ഇപ്പോൾ ഒരു സജീവ് എന്നാണ് ഒരു സിനിമ ആക്ടറുണ്ട്. അദ്ദേഹം ഒരു വള്ളത്തിന് ക്യാപ്റ്റനായിട്ട് വന്നു. അദ്ദേഹം ഇപ്പം ചേർത്തല ഒരു വള്ളം പണി തുടങ്ങാൻ പുള്ളി കുത്തി കഴിഞ്ഞു. ഒരു വള്ളം പണിയാൻ എത്ര സമയം എടുക്കും? ഒരു വള്ളം 6 മാസമെങ്കിലും വേണ്ടി വരും. ചുണ്ടനാണെങ്കിൽ അതിന് തടി എന്താ ഉപയോഗിക്കുന്നത്? തടി ആഞ്ഞിലി. ആഞ്ഞിലിത്തടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം ഈ സാറിൻ്റെ ഈ ഭാഗത്തുള്ള തടി വരെ ഉപയോഗിക്കാം. ഈ നമ്മുടെ പടിഞ്ഞാറ് ഞങ്ങളുടെ ഭാഗത്തുള്ള കോമറത്തോ തിരുവാർപ്പിലോ അല്ലെങ്കിൽ മാന്നാറോ ആലപ്പുഴയുള്ള തടി പറ്റുകയില്ല. കാതൽ കുറവാണോ? കാതൽ പറഞ്ഞാൽ അതിന് വെള്ളക്കൂടലല്ലേ, പഞ്ഞു കൊല്ലിക്കും. തടി തന്നെ അഞ്ഞിലിയായിരിക്കും, കാതലും കാണും. പക്ഷേ കിഴക്കുള്ള പാല, ഇരാറ്റുപേട്ട, അമ്പാറ, വാഗമൺ ആ സൈഡിലുള്ള തടിക്ക കുറച്ച് ഈ കിഴക്കോട്ട് നമ്മുടെ ഇവിടുന്ന് കനം കൂടുതൽ കല്ലിന് മുകളിലുള്ള തടിക്ക ഉണ്ടാകുന്ന മലപ്പുറത്തുള്ള തടിക്കാണ് വെയിറ്റ് തടിക്ക് നല്ലത്. അത് തിരഞ്ഞെടുത്താൽ പണിക്കുന്നത്. എന്തുകൊണ്ടാണ് തേക്ക് തടി ഉപയോഗിക്കാത്തത്? തേക്ക് തടി ഇത്രയൊന്നും വലിയ തേക്കടി കിട്ടുന്നില്ലല്ലോ. കിട്ടാത്തത് കൊണ്ടാണ്. വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. തേക്കടി ഓരോരുത്തരും പണിയുന്നുണ്ട്. തേക്കടി പണിത വള്ളങ്ങളൊക്കെ ഉണ്ട്. ചെറുവള്ളങ്ങളൊക്കെ തേക്കൊണ്ട് പണിതുണ്ട്. തേക്കും തമ്പവും പണിതുണ്ട്. ഈ ഒരു ചുണ്ടൻവള്ളം എത്ര കാലം ആയുസ് ഉണ്ടാവും? ചുണ്ടൻവള്ളത്തിന് ഇപ്പം പഴയ വള്ളങ്ങൾക്കൊക്കെ ഒരുപാട് ആയുസുള്ള വള്ളങ്ങളുണ്ട്, പക്ഷേ ആയുസ് കുറഞ്ഞ വള്ളമുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് സാധാരണഗതിയിൽ എത്ര കാലം വരെ നിൽക്കും? ഇപ്പം ഈ മത്സരത്തിൻ്റെ വീട് പോലെയാണ് വള്ളംകളി. ഇപ്പം മത്സരിക്കാതെ ഒരു വള്ളം ഒരു വർഷത്തിൽ 2-3 മത്സരമൊക്കെ ഉള്ളെങ്കിൽ ഒരു 10-15 വർഷമൊക്കെ വലിയ കേടുപാടില്ലായിരിക്കും. മത്സരം ഒരു വർഷം ഇപ്പം CBL 12 മത്സരമുണ്ട്. ഒരു 12 മത്സരവും ഒരു 2-3 വർഷം കഴിയുമ്പം ഈ വള്ളത്തിന് തറ അയഞ്ഞു കൊടുക്കും. അത് ഇടികൊണ്ടും വള്ളത്തിൽ ഇത്രയും 10-100 പേര് ഇതിനകത്ത് ഇത് ചെയ്യുന്നില്ല. അപ്പം വള്ളം ഇപ്പം ഇങ്ങനെ അടിച്ചോണ്ട് അപ്പം അതിന് ഇരുമ്പേറായിട്ടാണ് ഈ വള്ളം പണിയുന്നത്. ചെമ്പേറ അയഞ്ഞു കൊടുക്കും, ഇരുമ്പേറ അയ്യല്ല. ഈ ചുണ്ടൻവള്ളം പണിയുന്നത് മുഴുവൻ ഇരുമ്പേറയാണ്. അപ്പൊ ചെമ്പേറ അയഞ്ഞു കൊടുക്കും, ഇരുമ്പേറ അയ്യല്ല. അത് ചെമ്പേറ കൊണ്ടാണ് പണിയുന്നത്. ചെമ്പുതറ കൊണ്ടോ ഇരുമ്പുതറ കൊണ്ടോ? ഇരുമ്പുതറ കൊണ്ട് ചുണ്ടൻവള്ളം പണിയുള്ളൂ. നാടൻ ചെറുവള്ളങ്ങളൊക്കെ ചെമ്പുതറ കൊണ്ട് പണിയാം. ചുണ്ടൻവള്ളങ്ങളെല്ലാം ഇരുമ്പേറയാണ്. അപ്പോൾ അത് തുരുമ്പ് പിടിക്കല്ലേ? തുരുമ്പ് പിടിക്കുക. അതപ്പം അതിൻ്റെ തുരുമ്പ് പിടിക്കാത്ത തറ തേക്കുക. പക്ഷേ ഒരു 4-5 വർഷം കഴിയുമ്പം വള്ളം ഏതായാലും മെയിൻ്റെനൻസ് ഉണ്ടാവും. ഒരു ചുണ്ടൻവള്ളത്തിൻ്റെ ആ നടുഭാഗത്ത് ഏകദേശം എത്ര വീതി ഉണ്ടാവും? ഒരു 1.5 മീറ്റർ അടുത്ത് വീതി വരും. ആദ്യമുണ്ട്. ഈ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സ്ഥലത്തെല്ലാം 2 വശത്തും ഒരേ പോലെ തന്നെ ആൾക്കാർ തുഴച്ചിലുകാരുണ്ടാവുമോ? ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. നടുക്ക് ഈ വീതി കൂടിയ സ്ഥലത്തോ? വീതി കൂടിയ ഏറ്റവും ശക്തരായ തുഴച്ചിക്കാർ ഈ വീതി കൂടിയ സ്ഥലത്തായിരുന്നത്. അവിടെ ഏറ്റവും തുഴച്ചിൽ ഏറ്റവും ശക്തി, അത് ഈ നമ്മൾ 95 തുഴക്കാറുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും നല്ല ശക്തരെയും അതുപോലെ ഉള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കും. അതെങ്ങനെ തിരഞ്ഞെടുക്കുന്നത്? അത് നമുക്ക് അതിൻ്റെ ലീഡിങ് ക്യാപ്റ്റൻ്റെ കഴിവാണ്. അവന്റെ കരുത്തൻ എങ്ങനെ അറിയും? ആ കരുത്ത് അവന്റെ കുഴത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് പിടിക്കുക. ഈ തുഴച്ചിൽ കണ്ടു തന്നെയാണ് കണ്ടുപിടിക്കുക. വീഡിയോ പിടിക്കും. അല്ലെങ്കിൽ നമുക്കിപ്പം ഈ വള്ളംകളി അറിയാവുന്നവർക്കൊക്കെ അറിയാം. ഇപ്പം സൈക്കിൾ അറിയാവുന്ന സൈക്കിളെ പിടിക്കുമ്പോൾ അറിയാമല്ലോ സൈക്കിൾ എന്ന് പറഞ്ഞ പോലെ തുഴയെടുക്കുന്ന എന്ന് പറഞ്ഞ പോലെ ഒരു പരിശീലനം കൊണ്ട് അറിയാൻ പറ്റും. ഈ എക്സ്പീരിയൻസ് ഇപ്പം എനിക്ക് ഒരു തുഴച്ചിക്കാരനെ കാണുമ്പോൾ ഞാൻ പറയും അവൻ്റെ തുഴച്ചിൽ എന്നാ ശക്തി ഉണ്ടോ തുഴച്ചിലാണ് വരുന്നത് എനിക്ക് പറയാൻ പറ്റും എന്ന് പറഞ്ഞ പോലെയുള്ള കഴിവുള്ള എന്നെക്കാട്ടി കഴിവുള്ള ഇപ്പോൾ ഉള്ളത്. ഈ എത്ര കാലം തുഴച്ചിൽ മേഖലയിലുണ്ടായിരുന്നു?
ഞാനൊരു 20 വർഷത്തോളം തുഴച്ചിക്കാരനായിട്ടല്ല, തുഴച്ചിക്കാരനായിട്ടും എനിക്ക് തുഴച്ചിലായിരുന്നു ഇഷ്ടം. ഈ തുഴച്ചില് കുറച്ച് കഴിയുമ്പോൾ കൈയൊക്കെ ഒരു കഴിക്കില്ല, ഒരു വിഷയമില്ല, സ്റ്റാമിന കൂടിക്കൊണ്ടിരിക്കും. അത് ഈ ആവേശം കൊണ്ടാണോ? ആവേശം കൊണ്ടാണ്. ഈ കൊട്ടും പാട്ടും ഇതെല്ലാം കൂടെ വരുമ്പോൾ ആവേശം. ഇതൊരു ഹരമല്ലേ അന്നേരം. ഈ 1 കിലോമീറ്റർ തുഴഞ്ഞാലും 1.5 കിലോമീറ്റർ ഞങ്ങളെ കളിക്കുന്നത്. 1.5 കിലോമീറ്റർ ആയിരുന്നു. 480 ഞങ്ങളെ കളിക്കും. ഇപ്പോഴാ 1.200 ആയത്. ഒരാവേശം തന്നെയാണത്. ആവേശം തന്നെയായിരുന്നു. അത് ഈ വൈക്കത്ത് ഞങ്ങള് മുണ്ടാറുന്ന ഒരു ടീം കളിക്കുന്നത് ഏറ്റവും ചെറുപ്പക്കാർ, ഏറ്റവും പയ്യൻ ഞാനാ. ബാക്കിയുള്ളതൊക്കെ 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് ഞാൻ തുഴഞ്ഞത്. ഇത് എത്ര വയസ്സ് വരെ ഇപ്പൊ തുഴച്ചിലെടുക്കും? ഇപ്പൊ 55 വരെ തുഴയാൻ പറ്റുള്ളൂ. ഇപ്പൊ 18-55 ആക്കി നിയമമാക്കി. അങ്ങനെ ഞങ്ങൾ കളിച്ചവരാ. അന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ കളിയാക്കി വിടുമായിരുന്നു, തോക്കുമെന്ന് പറഞ്ഞു. പക്ഷെ മത്സരിക്കുമ്പോൾ ഞങ്ങൾ ജയിക്കുമായിരുന്നു. കാരണം ഈ 55 വയസ്സുള്ള ആൾക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് ആത്മാർത്ഥമായിരുന്നു. കാരണം ഒന്നും പ്രതീക്ഷിച്ച് കളിക്കാമല്ലോ, ജയം മാത്രം പ്രതീക്ഷ, അതായിരുന്നു ആത്മാർത്ഥ. ഇന്നിപ്പോൾ ജയമല്ല, ഇന്നിപ്പം 1000, 1200, 1100, 1200 താളമാണ്, പൈസയുടെ താളമായി. അതാണ്. ഈ ജയിച്ചാൽ പൈസ കൂടുതലുണ്ടോ? ഇപ്പോൾ ജയിച്ചാൽ പൈസ കൂടുതൽ, ബോണസ് പ്രൈസ് മണി കിട്ടും. അതല്ലാതെ ഈ ക്ലബ്ബുകാരോ അല്ലെങ്കിൽ സംഘാടകർ എന്തെങ്കിലും കൊടുക്കും? അല്ല, സംഘാടകർ കൂടി പറഞ്ഞല്ലോ കളിപ്പിക്കുന്നത്, കൊച്ചിക്കാർക്ക് കൂടി പറഞ്ഞാൽ കളിപ്പിക്കുന്നത്. ഈ കൂലിയിൽ ജയിച്ചാൽ ഇത്ര എന്നുണ്ടോ? ഒന്നുമില്ല. ജയിച്ചാൽ വല്ല എന്തെങ്കിലും അഡീഷണൽ വല്ല ചിലവ് വല്ലതും കൊടുക്കുമായിരിക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ വാടകയ്ക്ക് എടുക്കുന്നവർക്ക് ജയിക്കണമെന്നുള്ളൊരു ആവേശം വരുന്നത് എങ്ങനെയാ? അപ്പോൾ പിന്നെ അല്ല, വള്ളം ക്ലബ് അതല്ല ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും ഇൻസെന്റീവ് ഇല്ലെങ്കിൽ ഈ വാടകയ്ക്ക് എടുക്കുന്ന തുഴച്ചിലുകാരാണല്ലോ കൂടുതലും. ഇപ്പോൾ അവർക്ക് ഇത് ജയിക്കണമെന്നൊരു താല്പര്യം വരുന്നത് എങ്ങനെയാ പിന്നെ? അല്ല, അത് ജയിക്കുമ്പോൾ ഇത്ര കൊടുക്കാൻ, തോക്കുന്ന ഇത്ര എന്നുള്ള എഗ്രിമെന്റ് ഇല്ല. എൻ്റെ കൂലി മാത്രമേ ഉള്ളൂ. പിന്നെ ജയിക്കുമ്പോൾ അതിന് പ്രത്യേക എന്തെങ്കിലും പരിഗണന ഉണ്ട്, എന്തെങ്കിലും സമ്മാനം കൊടുക്കും. എല്ലായിടത്തും ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ട്. അതിപ്പം കുപ്പിയായിട്ടൊക്കെ ആയിരിക്കും പറയാതെ ഇരുന്നത്. പലവിധത്തിലുള്ള ഇതുണ്ട്. അതാ. പിന്നെ എല്ലാത്തും ജയിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അല്ല, ഈ കരക്കാരായിരിക്കുമ്പോൾ ജയിക്കുന്ന പോലത്തെ ഒരു ആവേശം ഇല്ലല്ലോ. കരക്കാരാണ് നമ്മൾ ജയിക്കുന്ന അതുപോലത്തെ ആകാശം. ഈ വള്ളം ചെല്ലുമ്പം, ഇപ്പോഴും വള്ളം ചെല്ലുമ്പോൾ ഈ നാട്ടുകാർ, തുഴച്ചിക്കാരില്ലല്ലോ ചെല്ലുന്നത്. ഈ വള്ളം എടുത്ത കുറേ ആൾക്കാരും സംഘാടകർ മാത്രമേ ഉള്ളൂ. തുഴച്ചിക്കാർ കുറേ പിടിച്ചുകൊണ്ട് ചെല്ലുന്ന തുഴച്ചിക്കാരാണ്. മറ്റതങ്ങനെയല്ല, ഒരു വയലിൽ നിന്ന് വള്ളം എടുത്താൽ ആ വള്ളത്തെ 150 പേരുണ്ട്, 150 പേരും ബോട്ടെ കയറി അവർ ചെല്ലുക. അവിടെ വലിയ സദ്യ ആ സമയത്ത്, ഈ വള്ളത്തിൻ്റെ കരക്കാർ സദ്യ. അതുപോലത്തെ ആഘോഷമായിരിക്കും, വലിയ ആനയെ നെറ്റിപ്പൊട്ടായിട്ട് മുത്തുക്കൊടയായിട്ട് ആഘോഷം നടത്തിയ ഈ സ്വീകരണം വരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അവിടെ വടക്കുണ്ടായ സംഭവമാണ്. 154 വകയത്തെ വള്ളങ്ങളുണ്ട്. അതെവിടെയായിരുന്നു? പായ്പാടും കാഴ്ചാലും. വള്ളം മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 150 പ്രഖ്യാപിച്ചു. 144 അടി കരക്കാർ തങ്ങളി തുഴഞ്ഞത് ഞങ്ങളാ. ഞങ്ങൾ തിരുവാർപ്പിന്നും കോറൊന്നും പോയി ടീം തുഴഞ്ഞു വള്ളക്കാർ. ഈ ജയിച്ച വള്ളം ഞങ്ങൾ കാഴ്ചാർ വള്ളത്തിന് വായ്പാടുകാരുമായിട്ട് വഴക്കുണ്ടായി. ലാസ്റ്റ് പിന്നെ പോലീസ് അകമ്പടിയോടുകൂടി ഞങ്ങൾ ഇപ്പുറത്ത് കിടത്തി വിട്ടത്. ഈ കരയുടെ അടി കാരണം, നാട്ടുകാരുടെ അടി കാരണം 154 പ്രഖ്യാപിച്ചു. അത് ഒരുപാട് നാളെ കഴിഞ്ഞാൽ ആ കേസ് തീർന്നത്. അതാണ്. അതുവരെ ഉണ്ടാവും. കരക്കാരെ കൊണ്ട് അത്രയ്ക്ക് വാശിയത്. ഇപ്പോഴും ഒന്ന് തുഴയാൻ അവസരം കിട്ടിയാൽ കയറി തുഴയോ? ഇപ്പോഴും ആവേശമുണ്ട്. പരീക്ഷിച്ചിട്ടുണ്ടോ ഈടെങ്ങാനും? ഇല്ല, പരീക്ഷിച്ചു. വള്ളത്തെ കയറിയിട്ട് തുഴഞ്ഞില്ല. പക്ഷെ എന്നാലിപ്പം ആരെങ്കിലും എന്തെങ്കിലും കുറ്റം കാണിക്കുമ്പം ഇതുപോലെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ തുഴയെടുക്കും തോന്നും. ഈ തുഴച്ചിൽ എന്തെങ്കിലും ഒരു അപാകത വള്ളത്തെ കാണിക്കുമ്പോൾ ഇതുപോലെയാണ് തുഴയണമെന്ന് അവനോട് പറഞ്ഞു കൊടുക്കാനുള്ള നമ്മൾ ഓഫീസായിട്ട് ഇരുന്നാലും മനസ്സിലാക്കി വരുന്നുണ്ട് ചില സമയത്ത്. ഇപ്പൊ എന്താണ് ഈ വള്ളംകളി രംഗത്തെ ഒരു തൊഴിൽ ജോലി? ഇപ്പൊ ഒഫീഷ്യലായിട്ട് എന്തൊക്കെയാ ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ അമ്പയർ ആയിരുന്നു. അത് കഴിഞ്ഞ് അമ്പയർ ചീഫായി, പിന്നെ ജഡ്ജായിട്ടുണ്ട്, ഇപ്പം ഒബ്സർവറാ, നിരീക്ഷണമായി. ഇപ്പോൾ അതായത് ഓരോ വള്ളംകളി നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ചുമതല, അവിടുത്തെ കാര്യങ്ങൾ നിയമപരമായിട്ടാണ് നടക്കുന്നത്. വള്ളംകളിയുടെ നടത്തിപ്പ് ഈ CBL ഇൻവോൾവ് ആണോ? സിവിലും ഉണ്ട്. സിവിൽ ഇപ്പം ജഡ്ജായിട്ടായി നിൽക്കുന്നത്. ഓക്കെ. കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതിലിപ്പം ഹരമുണ്ടോ? മക്കളോ? കുടുംബത്തിൽ മക്കൾക്ക് 3 പേരാ. 2 പേര് വിദേശത്താണ്. ഒരുത്തൻ അയർലൻഡിലാണ്, ഹോട്ടൽ മാനേജറാണ് പഠിച്ചിരിക്കുന്നത്. ഒരുത്തൻ ദുബായിലാണ്. മോളെ ഇപ്പം ആലപ്പുഴ കല്യാണം കഴിച്ചത്. മരുമോൻ RT ഓഫീസ് ജോലിയാണ്. അപ്പൊ ഇവർക്കൊന്നും വള്ളംകളിയിലേക്ക് വരാനുള്ള സാഹചര്യം ഇല്ല. എന്നാലും ഇവർക്ക് ഇപ്പൊ സാറിന്റെ ഈ ഓഫീസ് സ്റ്റുഡിയോ ഇരിക്കുമ്പോഴും മോന്റെ ഇതുണ്ടായിരുന്നു, പറയേണ്ട സ്പീഡ് കുറച്ച് പറയണം. ഇതൊക്കെ വീട്ടുകാരും പറയുന്നതല്ലേ? അല്ല, എനിക്ക് സ്പീഡ് കൂടുതലാന്ന് വള്ളംകളി പറയുമ്പോൾ ആവേശം കൂടും. സ്പീഡ് കൂടുതൽ പറയണം. പിന്നെ സാറിന് അല്ല, അവർക്കും വള്ളംകളി ഹരമാണോ? വള്ളംകളി ഭയങ്കര ഹരമാണ്. അവർക്ക് ഈ ഇതിനെപ്പോലെ വള്ളംകളി രംഗത്തോട്ട് ഇറങ്ങിയിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ എന്നെക്കാട്ടി കൂടുതൽ ആവേശം വള്ളംകളിക്കുണ്ട്. എൻ്റെ വീടിന് വള്ളംകളി മ്യൂസിയമാണ്. അത് മക്കളാണ് ഇത് അലങ്കരിച്ചിരിക്കുന്നത്.
എന്തൊക്കെയാണ് അതിനകത്തുള്ളത്? അതിനകത്ത് എൻ്റെ ഈ ഇത്രയും കാലത്തിനിടയ്ക്കുള്ള ബാഡ്ജുകൾ, ഒഫീഷ്യലായിട്ടിരുന്ന ബാഡ്ജുകൾ, ഈ വള്ളം സ്വന്തം വള്ളങ്ങളും മറ്റേ പടക്കുതിരയും പുന്നത്രവങ്ങാഴിയും, ഇതൊക്കെ ഈ കല്ലൂപ്പറമ്പിനെ പുന്നത്രവങ്ങാഴി പടക്കുതിര എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ സ്വന്തം വള്ളങ്ങളായിരുന്നു. ഞാൻ തന്നെയായി പവറോടൻ എനിക്കായിരുന്നു നടത്തുന്നത്. ഉടമസ്ഥൻ വേറെ ആയിരുന്നെങ്കിൽ നമ്മളാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഉടമസ്ഥ പടക്കുതിരയുടെ ഉടമസ്ഥൻ ഞാൻ തന്നെയായിരുന്നു. ഞാൻ മാറിയ ശേഷം ഇതുവരെ വള്ളം ജയിച്ചിട്ടുമില്ല. അങ്ങനെ പടക്കുതിര എൻ്റെ പ്രശസ്തിയുള്ള വള്ളങ്ങൾ പടക്കുതിരയാണ്. അപ്പോൾ അങ്ങനെ വള്ളംകളിയുടെ ആവേശമായിട്ട് ഇപ്പോഴും ജീവിക്കുകയാണ്. വള്ളംകളിയുടെ ലോകം വിട്ടൊരു ജീവിതമില്ല അല്ലേ? അങ്ങനെ മുമ്പോട്ട് പോകട്ടെ. വള്ളംകളി കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ. വള്ളംകളിയുടെ ആവേശം എന്നും നിലനിൽക്കട്ടെ. താങ്ക് യു. നമസ്കാരം.